ഹലോ, ഫെമിനിച്ചി ഫാത്തിമ. നമ്മുടെ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർഷത്തെ മികച്ച രണ്ടാമത്തെ സിനിമയ്ക്കുള്ള അവാർഡ് ഫെമിനിച്ചി ഫാത്തിമയ്ക്കാണ്. അതുപോലെ തന്നെ ഇതിലെ അഭിനയത്തിന് ഷംല ഹംസയ്ക്ക് മികച്ച നടിക്കുള്ള അവാർഡും സംവിധായകനായ ഫാസിൽ മുഹമ്മദിന് മികച്ച നവാഗത സംവിധായകനുള്ള അവാർഡും ഈ സിനിമ നേടി. അതുപോലെ തന്നെ IFFKയിലും ഫിലിം ക്രിറ്റിക്സിലുമായി മറ്റ് കുറേ അവാർഡുകളും ഈ സിനിമ നേടിയിട്ടുണ്ട്. സിനിമ മികച്ച അഭിപ്രായം നേടിക്കൊണ്ട് മുന്നേറിയ സിനിമയാണ്. പക്ഷേ തിയേറ്ററിൽ അധിക സമയം വന്നില്ല. ഞാനും ഇപ്പോൾ OTTയിലാണ് ഈ സിനിമ കണ്ടത്. ഈ സിനിമയെക്കുറിച്ച് മികച്ച അഭിപ്രായം നടക്കുന്നതോടൊപ്പം തന്നെ ഇതിനെ ചൊല്ലി കുറേ വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം എൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെ ഞാൻ കാണാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്പോയിലേഴ്സ് ഉണ്ടാകാം. ഫെമിനിച്ചി ഫാത്തിമ കേരളത്തിൽ വിതരണം ചെയ്തിരിക്കുന്നത് ദുൽഖർ സൽമാൻ്റെ വേഫെയറാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ പങ്കുവെക്കുമല്ലോ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പൊന്നാനിയിലെ ഒരു കടലോര ഗ്രാമത്തിലാണ് ഇതിൻ്റെ കഥ നടക്കുന്നത്. ഇതിൽ ഒരു പള്ളിയിലെ ഉസ്താദിൻ്റെ കുടുംബത്തിലുണ്ടാകുന്ന കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ കാണുന്നത്. ഉസ്താദ് മതപരമായ കുറേ കാര്യങ്ങളിൽ ഉസ്താദ് ഇതിൽ കണിശക്കാരനാണ്. മന്ത്രിച്ചു പോകുന്നതിലും ജിന്നുകളിലൊക്കെ വിശ്വസിക്കുന്ന ഒരു ഉസ്താദ്. പക്ഷേ ഇതിലെ ഉസ്താദിൻ്റെ സ്വഭാവത്തെപ്പറ്റി ഈ സിനിമയിൽ തന്നെ രണ്ടഭിപ്രായമുണ്ട്. ഉസ്താദിൻ്റെ നേരെ വീട്ടിൽ താമസിക്കുന്ന സൂറത്ത ഷംലയുടെ കൂട്ടുകാരിയാണ്. അവർക്ക് ഉസ്താദിനെ പറ്റി ഭിന്നാഭിപ്രായമുണ്ട്. അവർ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങി പണം സമ്പാദിക്കുന്നവരുമാണ്. അപ്പോൾ ഇതിൽ കുറച്ചൊക്കെ ഓപ്പണായിട്ട് ചിന്തിക്കുന്ന ആളുകളും ഈ സിനിമയിലുണ്ട്. അതുപോലെ തന്നെ ഉസ്താദ് ഇങ്ങനെ ഒരു വീടിൻ്റെ പണി തുടങ്ങുന്നതിന് മുമ്പ് പറമ്പിൻ്റെ സ്ഥാനം നോക്കാനും മറ്റൊക്കെ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ എൻജിനീയറായിട്ട് വരുന്നത് ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവരെപ്പറ്റി ചോദിക്കുമ്പോഴും അതേപോലെ അവിടെ വരവോക്കുണ്ടെന്നൊക്കെ ഉസ്താദ് പറയുമ്പോഴും അതിനെ കളിയാക്കിക്കൊണ്ട് മറ്റൊരു ഉസ്താദ് തന്നെ ഉസ്താദിനെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുള്ളി പറയുന്നുണ്ട് ഈ അഷറഫ് ഉസ്താദ് ഇച്ചിരി പ്രശ്നക്കാരനാണെന്ന്. അപ്പോൾ ഇതിലുള്ള ഈ കാഴ്ചപ്പാട് പറയുന്നത് ഈ ഒരു ഉസ്താദിൻ്റെ കാഴ്ചപ്പാടുകളാണ്. അതിനെ സിനിമയിലുള്ള മറ്റുള്ളവർ എതിർക്കുന്നുമുണ്ട്. ഒരു കിടക്കയാണ് ഇവിടെ പ്രശ്നമായിട്ട് വരുന്നത്. കിടക്ക ഈ ബെഡ് ഉണങ്ങാനായിട്ട് പുറത്തിടുമ്പോൾ അതിലൊരു പട്ടി നക്കുകയും മുള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉസ്താദ് തന്നെ പറഞ്ഞിട്ടുണ്ട് നജസ്സാണ് ഇനി അകത്തേക്ക് ആയിട്ടുണ്ടെന്ന്. പക്ഷേ ആ ഒരു ബെഡ് ഫാത്തിമ വേറൊരാൾക്ക് ആവശ്യക്കാർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉസ്താദ് തന്നെ ചോദിക്കുന്നുണ്ട്, നീ അത് മണ്ണിട്ടും സോപ്പിട്ടും ഒക്കെ കഴുകാൻ പോയതല്ല, പിന്നെ നീ എന്തിനത് വേറെ ആൾക്ക് കൊടുത്ത് എന്ന് പറഞ്ഞ് ഉസ്താദ് അവളെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഉസ്താദ് എന്ന് വെച്ചാൽ ഇപ്പം ഇപ്പോഴത്തെ പിള്ളേരും തന്നെ നമുക്കറിയാം, ഉസ്താദ് ഇരുന്ന് വരെ എഴുന്നേറ്റ് ഒരു ഫാൻ പോലും ഇടാത്ത ഉസ്താദാണ്. അങ്ങനത്തെ എത്രയോ പേരെ നമുക്കിവിടെ കാണാൻ പറ്റും. അവസാനം ഇതെല്ലാം കണ്ടും കേട്ടും സായി കേട്ട ഷംല അതിനെതിരെ പ്രതികരിക്കുന്നിടത്താണ് ഷംല ഫെമിനിച്ചി ആവുന്നത്. ഉള്ള ബെഡ് മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ബെഡിന് വേണ്ടിയുള്ള ഷംലയുടെ പോരാട്ടം അത് കളഞ്ഞതിൻ്റെ പേരിൽ ഉസ്താദ് അത് വാങ്ങിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ സ്വയം ഒരു ബെഡ് വാങ്ങണം. അതിനുവേണ്ടി ഷംല സ്വയം പര്യാപ്തത നേടുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നത്. അതോടുകൂടി ഉസ്താദിൻ്റെ ഉറക്കം പോയെങ്കിലും ഷംല നല്ല സുഖമായിട്ട് ഉറങ്ങാൻ തുടങ്ങി. അവൾക്ക് വേണ്ടിയുള്ള ഒരു വരുമാന മാർഗം ഷംല ഇവിടെ ചെറുതാണെങ്കിലും കണ്ടെത്തുന്നുണ്ട്. അതുപോലെ അവൾ ഉസ്താദിനോട് കുറേ കാര്യങ്ങൾക്ക് പ്രതികരിക്കാനും ഒരുങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഷംല ഇവിടെ ഫെമിനിച്ചി ആവുന്നത്. ഫാത്തിമയായിട്ട് ഷംല ഗംഭീരമായ പ്രകടനമാണ് നടത്തിയിരിക്കുന്നത്. അവർ വളരെ സ്വാഭാവികമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഉസ്താദായിട്ട് വരുന്ന കുമാർ സുനിലും നല്ല ഫണ്ണി ആയിട്ട് നമുക്ക് ഒരുപാട് ഇങ്ങനെ ചിരി വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. നല്ല രസകരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വന്നിട്ടുള്ളവരും ഉമ്മയായിട്ടുള്ളവരും അയൽവാസികളായിട്ട് വന്നിട്ടുള്ളവരും ഒക്കെ. പിന്നെ ഇതിൽ കുപ്പിവാട്ടൊക്കെ പറക്കാൻ വരുന്ന ഒരു സ്ത്രീയുണ്ട്. എല്ലാവരും നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ രസകരമായിട്ട് യാതൊരു ബോറടിയും ഇല്ലാതെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.